പ്രിയപ്പെട്ട ചെറുകര നിവാസികളെ, നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ഈ കുമാരൻ മാസ്റ്ററെ അനുഗ്രഹിച്ചതോടുകൂടി ഈ ഹോട്ടലിന്റെ ഔപചാരികമായ കർമ്മം, ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കാൻ പോകുകയാണ്. ഇങ്ങനെ ഒരു ഹോട്ടൽ ഈ നാട്ടിൽ ഉണ്ടാകുക, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് സുലഭമായി ലഭിക്കുക എന്നൊക്കെ പറയുന്നത് മെമ്പറെ സാധാരണ നിലയിലും മതി. അയ്യോ ഭാഷകൾ മിണ്ടാതിരിക്കരുതില്ലേ. അങ്ങനെ തന്നെ പറഞ്ഞ കൈ നീട്ടിക്ക്. പൈസ വേണ്ട മാഷേ. വേണം വേണം. സർക്കാരും കച്ചവടം ഒരുമിച്ച് നടക്കൂല. എനിക്കെന്ന് മാത്രമല്ല ഇവന് വരെ കാശ് വാങ്ങിച്ചിട്ട് മതി എന്തും. ദിവസവും രാവിലെ പച്ചക്കറി ഇവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ രാവിലെയും വൈകിട്ടും പാല് ആലീസും കൊണ്ടുതരും. ഈ പച്ചക്കറി ഇതും പാലൊന്നും പറഞ്ഞ് ഈ പെട്ടിയിൽ വീഴുന്ന കാശൊക്കെ ഇയാൾ അങ്ങ് കൊണ്ടുപോലോ. അപ്പൊ എന്റെ വാടകയോ? എന്നാലും ഇയാൾ വല്ല ബാങ്ക് കുത്തിപ്പൊളിക്കാൻ പോ. ഇങ്ങനെ ഉണ്ടോ കാശിനോട് ഒരു ആർത്തി? എന്റെ കർത്താവേ, ഈ തള്ളെ സമ്മതിക്കണം. അങ്ങനെ പറയണ. ഇനി ഒരു മോഹം കൂടി ബാക്കിയുണ്ട് മാഷേ. ഒന്നേ ഉള്ളോ? അത്രേ ഉള്ളൂ, ഒരൊറ്റ മോഹം. കോയിക്കല മാധവക്കുറുപ്പിന്റെ പ്രതാപത്തിന്റെ നേർക്ക് ഒന്ന് കാറിത്തുപ്പണം. 2 വാക്ക് പറയണം. എല്ലാവരുടെയും ആഗ്രഹം അതാണോ? അമ്മാവന്റെ മുഖത്ത് നോക്കി 2 വാക്ക് പറയാറാകുക. പക്ഷേ ഈശ്വരൻ ചോദിച്ചു കഴിഞ്ഞിടത്ത് തായിനി എന്തോ ചോദിക്കാനാ? അതെന്താ? വേണ്ടാന്ന് വെച്ച് പറയാതിരുന്നതാ. എന്തിന് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം? മാധവക്കുറുപ്പിന്റെ പഴയ പ്രതാപമെല്ലാം തീർന്നതോ. കേസും വ്യവഹാരവുമായി എല്ലാം മുടിച്ചു. അതിനു മുമ്പേ മരുമകൻ ചെറുക്കൻ പെണ്ണിനെ കൊണ്ട് തറവാട്ട് സ്വത്ത് എഴുതി വാങ്ങിച്ചു. കേച്ചേരിയുടെ തായ് വഴിയല്ലേ കുട്ടിക്കൃഷ്ണൻ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത വർഗം. തറവാടും കൈവിട്ടോ? ഇവന്നേ 10,000 ഉറുപ്പ്യ കൂടുതൽ വില പറഞ്ഞപ്പോ ആലപ്പുഴക്കാരുണ്ട് ക്രിസ്ത്യാനിക്കവൻ മറച്ചു വിറ്റു. അമ്മയുടെ അസ്ഥിത്തറ അവിടെയായിരുന്നു. വിധിയെ തടുക്കാൻ പറ്റൂല. തനിക്കറിയാമോ, മാധവക്കുറുപ്പ് ഇപ്പൊ അമ്പലത്തിലെ ഊട്ടുവരയിലാ കിടപ്പ്. കോടതി വരാന്തയിൽ സാക്ഷി ഒപ്പിടാൻ നിൽക്കും. വല്ലവരും കൊടുക്കുന്ന ദക്ഷിണ അത് മാത്രമാണ് ഇപ്പൊ ഏക വരുമാനം. വല്ലപ്പോഴും മകളെ കാണാൻ ഇതിലെ പോകുന്നത് കാണാം. അതും കുട്ടിക്കൃഷ്ണൻ ഇല്ലാത്ത സമയം നോക്കി. അതെന്താ? കേച്ചേരി താഴ്വഴിയുടെ ഗുണം അവൻ കണ്ടാൽ ആട്ടി ഇറക്കും. അതൊക്കെ മറന്നു കളസ് ചെയ്തു. കൊഴിഞ്ഞു വീഴുന്ന ഇലയെല്ലാം വളമാകട്ടോ. ചായക്കട ഒന്ന് പച്ച പിടിപ്പിക്കും. എന്നിട്ട് ഇത്ര മണ്ണ് സ്വന്തമാക്കാൻ നോക്ക്. പിന്നെ ജീവിതത്തിലൊരു കൂട്ട്. ഞാൻ പോട്ടടോ. ഇനിയും താമസിച്ചാൽ ഈ വയസ്സുകാലത്ത് അക്കരെ പറ്റാൻ ഞാൻ തന്നെ തുഴയേണ്ടി വരും. ഇവിടെ ആരും ഇല്ലേ? ആരും ഇല്ലേന്ന്? ആരും ഇല്ലെന്നാ തോന്നുന്നേ. അപ്പൊ പിന്നെ താനോ? പിന്നല്ലാതെ. ഞാൻ ഒരുത്തൻ ഇവിടെ ഇങ്ങനെ തടി പോലെ നിൽക്കുന്ന കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചാ എങ്ങനെയാ? താനാണോ ഈ പഞ്ചാബി? പഞ്ചാബിയോ? അതെ. പക്ഷെ തന്നെ കണ്ട ഒരു പഞ്ചാബിയുടെ ലക്ഷണമില്ല. കൊള്ളാവുന്ന ആശാരിമാര് തടി കൊത്തിവെച്ച പോലുണ്ട്. ചതുര മോന്ത, തൊട്ടി പോലെ നീളം, ചൊക്ര കണ്ണു. തനി ഒരു അക്കരക്കാരൻ പൊങ്ങന്നായത് തന്നെ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? അയ്യോ, എനിക്കൊന്നും വേണ്ട. ഞാൻ ഈ പാല് തരാൻ വന്ന. ഓ, അന്തപ്പായുടെ ഭാര്യ? അന്തപ്പായിയുടെ ഭാര്യ. എത്ര നല്ല ആലോചനകളൊക്കെ വന്നതാ. എന്റെ തലയിൽ എഴുത്ത് അറിയാനൂടെ പൊറുക്കാനായി പോയി. അതിനിപ്പോ എന്തു പറ്റി? എന്തു പറ്റിയെന്നു? എന്റെ കൂട്ടത്തിൽ കെട്ടിച്ചവർക്കൊക്കെ കൊച്ചുങ്ങൾ 3ഉം 4ഉം ആയി. ഞാനിപ്പോഴും മേലും കീഴും നോക്കി നിപ്പാ. അല്ല, മനസ്സിലായില്ല. അറിയാനേ കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല. എന്റെ വിധി. അല്ലാണ്ടെന്താ? താനൊന്ന് ശൃംഗരിക്കാതെ കുപ്പി അകത്തുകൊണ്ട് കാലിയാക്കി കൊണ്ടുപോവാ. അയ്യടാ അയ്യ.
രാത്രിക്കാ കേറി വരൂ, ബാക്കിയുള്ളവരെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഒരു കഷ്ടം ഇത്. ആലീസേ, ഇരിയാനൊന്ന് നേരത്തെ വന്നിങ്ങ് തൊലച്ചൂടെ? കച്ചവടം തീരണ്ടേ? കച്ചവടം ആർക്ക് വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ഉണ്ടാക്കണതിന്റെ അപ്പോ? നമുക്കപ്പോ നമുക്ക് തക്കാലം കുഴി വെക്കാൻ 2 പെട്ടിയുടെ ആവശ്യമേ ഉള്ളൂ. ആലീസേ, പിന്നരിക്കാതെ വല്ലതും വേണമെങ്കിൽ എടുത്തു വെച്ച് തിന്ന്. ചോറും കൂട്ടാനും അടുക്കള ഇരിപ്പുണ്ട്. എനിക്ക് എവിടെങ്കിലും ഒന്ന് കിടക്കണം. ആലീസേ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഒരുമിക്കണ്ട, ഞാൻ കഴിച്ചതാ, പോയിരുന്നങ്ങ് കഴിച്ചോണ്ടാ മതി. അയ്യോ ആലീസേ, നോക്കേ, നല്ല മടക്ക് സാധനം കേക്കുവാ. അഫറാച്ചന്റെ കടയിൽ നിന്ന് മേടിച്ചതാ, നല്ല സ്വാദാ. നല്ല സ്വാദാണോ? തനിച്ചിരുന്നങ്ങ് നിന്നോണ്ടാ. അത് രാത്രി അവറാച്ചനും മടക്കുസായി. നേരം വെളുത്ത് എന്നോട് ചോദിക്കും, എനിക്കറിയാമേലേ നിന്നെ? ഇല്ല. നീ എന്തോന്ന് ആലോചിച്ച് നിൽക്കുക അവിടെ? പെട്ടെന്ന് വന്നേ, എനിക്ക് പാടത്ത് പോണ്ടേ. വാ മോനെ, വാ. ഒന്ന് കേറ്. അപ്പുറത്തുണ്ടല്ലോ, വിളിക്കാവനെ. ചേതോട്ടാ, ചേതോട്ടാ. നീ ഇന്ന് വക്കീലാഫീസിൽ പോയിരുന്നു? പോവാൻ തുടങ്ങുമായിരുന്നു. എപ്പോ? നിന്റെ അമ്മയുടെ 16 അടി ഇതിന് കഴിഞ്ഞിട്ടോ? എടാ, രാവിലെ വക്കീലാഫീസിൽ പോകണമെന്നോട് ഞാൻ പറഞ്ഞിരുന്നോ? പോവാന്ന്. ഉവ്വ്. എന്നിട്ട് വിത്ത് വാങ്ങാൻ വേണ്ടി ചാച്ചപ്പന്റെ അടുത്ത് പോയിരുന്നു. നാളെ വിതയ്ക്കേണ്ടതാ. ആ ദേവസ്വംകാരുമായിട്ടുള്ള കേസ് പിന്നെ മാറ്റി വെച്ചു. ഇത് എത്രാമത്തെ തവണയാന്ന് നിനക്കറിയാമോ? സമയാസമയത്ത് വക്കീലന്മാരെ കണ്ട് ചൂടാക്കി വലിയ നടക്കൂടാ. ആ വസ്തുവിന്റെ വിലയിൽ കൂടുതൽ ഇപ്പൊ കേസിന് ചെലവായില്ലേ അമ്മാവൻ? അമ്മാവൻ ഇങ്ങനെ കേസിനും വഴക്കിനും നടക്കും. സമയത്തിന് വിത്ത് വിതച്ചില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ കൂടി പരിങ്ങല്ലോ. തറുതല പറയാൻ തറുതല പറയാൻ നടുവ് പറഞ്ഞില്ലടാ. കൃഷി നടത്തണോ വ്യവഹാരത്തിന് വേണ്ടി വെച്ചോ തീരുമാനിക്കാൻ ഞാനുണ്ട് ഇവിടെ. നിന്റെ തന്ത സമ്പാദിച്ച വകയൊന്നുമില്ല ഇവിടെ. ഉള്ളത് നക്കി തിന്ന് മിണ്ടാണ്ട് ഇവിടെ കഴിഞ്ഞോണം. പൊക്കാൻ്റെ ഓമീത് കൊന്നുകളയും ഞാൻ. അധിക പ്രസംഗി. ചേതോട്ടാ, കഞ്ഞി വിളമ്പി. വേണ്ട. ആണുങ്ങൾക്ക് വേണ്ടയോ? എന്റെ തന്ത സമ്പാദിച്ച വകയൊന്നും അല്ലല്ലോ. മതിയായി ബാക്കി. നക്കി തിന്നാൻ വയ്യ. ചേതോട്ടാ, ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക. ഇതിലും ഭേദം വല്ല നാട്ടിലും പോയി ചുമടെടുക്കുന്ന. ഇതായിപ്പോ തമാശ. അച്ഛന്റെ മുൻചൂണ്ടിയെ കുറിച്ച് സേതോട്ടിന് അറിഞ്ഞൂടെ? ഒറ്റ മോളാണ് ഞാൻ. എന്നെ കെട്ടാൻ പോണ ആള്, ഈ സ്വത്ത് മുഴുവൻ നോക്കേണ്ട ആള്, തന്നെക്കാൾ പ്രാപ്തിയുള്ളവനായിരിക്കണമെന്ന് ഏതച്ഛൻ ആഗ്രഹിക്കാത്തത്? സ്നേഹക്കൂടുതലും ഉണ്ടല്ലേ വഴക്ക് പറയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. സ്നേഹക്കൂടുതൽ ഈ കന്നത്താ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.
ഇന്ന് ഇത്തിരി കൂടിപ്പോയി. എനിക്കും തോന്നി. ദേ ഈ ദേഷ്യമൊക്കെ ഒന്ന് കളഞ്ഞ് മനസ്സ് തണുപ്പിച്ചൊന്ന് ചിരിച്ചേ. മാധവക്കുറുപ്പിന് വേണ്ടി കോയിക്കല സേതുമാധവക്കുറുപ്പിനോട് വേണമെങ്കിൽ ഈ ഭാഗ്യമാപ്പ് പറയാം. പോരെ? പോവണ്ണേ. ഒന്ന് ചിരിക്കണ്ട സേതുവേട്ടാ. ചിരിച്ചാൽ ഈ ഭാഗ്യം ഒരു സമ്മാനം തരാം. നിന്റെ ഒരു സമ്മാനം? എടോ പഞ്ചാബി, താൻ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണോ? കൊള്ളാം. ഈ ഇരിപ്പിരുന്ന കടയുടെ നിരപ്പലയിടാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ആരെയാണോ സ്വപ്നം കണ്ടത്? ആരെയുമല്ല. എന്നിട്ട് തന്റെ മുഖത്തൊരു എന്തുട്ടുപോലെ. എന്തുട്ടാ? ഒന്നും അറിയാൻ പാടില്ലാത്തൊരു കൊച്ചു കുഞ്ഞ്. എനിക്ക് ഈ തെളിച്ചൊന്നും പറയാനൊക്കത്തില്ല. പകൽ സമയത്ത് ഒറ്റയ്ക്കിരിക്കുക, സ്വപ്നം കാണുക, ഇതൊന്നും അത്ര നല്ല ലക്ഷണമായിട്ട് തോന്നുന്നില്ല. ഇതിനൊക്കെ കൂടെ ഒറ്റ മരുന്നേ ഉള്ളൂ. താൻ വേഗം ഒരു പെണ്ണ് കിട്ടും. തനിക്കിനി എന്റെ അറിയാനെ പോലെ വല്ല കുഴപ്പവും. പിന്നെന്താ, വേണമെങ്കിൽ ഞാനൊരു പെണ്ണിനെ ആലോചിച്ച് അങ്ങ് തരാം. പോരെ? എന്റെ പൊന്ന് പെങ്ങളെ, എന്തോ ഒന്ന് പോയി തരൂ. അയ്യോടാ, ഇന്ന് ശൃംഗരിക്കാരെ കുപ്പി കത്തുണ്ടി കാര്യാക്കി കൊണ്ടുത്താ. അയ്യോടാ വേഷായിരിക്കുന്ന. അയ്യോ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ചിങ്ങം പറന്നാൽ ആദ്യത്തെ മുഹൂർത്തത്തിന് കല്യാണം. വാക്ക് ഞാൻ പറഞ്ഞല്ലോ. ഈ കാണായപ്പെട്ട വസ്തുക്കളൊക്കെ ഭാഗ്യക്കുള്ളതാ. കോടതിയിൽ കേസിൽ കിടക്കുന്ന വസ്തുക്കൾ വിട്ടുകിട്ടുമ്പോ പിന്നെ അതും. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആട്ടെ. അതിഥികൾ ഇരുന്നപ്പോ എതിര് പറയണ്ടെന്ന് കരുതിയ അമ്മാവാ, ഇത് നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു രണ്ടാം കെട്ടുകാരനെ ഭാഗ്യം പിടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് തന്നെ. ഇടാ, മേലേക്കര പാടത്തെ കേസ് ഹൈക്കോടതിയും തള്ളിയപ്പോ ഈ കുട്ടിക്കൃഷ്ണന്റെ അച്ഛൻ ഒരാളെ സഹായിച്ചിട്ടാ സുപ്രീം കോടതി വരെ പോയതും കേസ് ജയിച്ചതും. എന്റെ മകളെ ആർക്ക് കൊടുക്കണമെന്നേ ഞാൻ തീരുമാനിച്ചോളാം. പോരാ, ഞാനും കൂടെ തീരുമാനിക്കണം. അവൾ എന്റെ മുറപ്പെണ്ണ, എനിക്ക് അവകാശപ്പെട്ട പെണ്ണ്. ഞാൻ അവളെ വിട്ടുതരില്ല. മുകളിൽ ആകാശവും താഴെ ഭൂമിയായി നടക്കുന്ന നിനക്കോ? എന്റെ ഭാഗ്യെ കടക്കണമായ വഴി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. അമ്മാവാ, ഞാനും കോയിക്കല കുറുപ്പ് തന്നെയാ. ഓർത്തോ, ഞാൻ ജീവനോടിരിക്കുമ്പോ ഈ കല്യാണം നടക്കില്ല. സേതുവേട്ടൻ പറയുന്നതിലും കാര്യമില്ലേ അച്ഛാ? സേതുവേട്ടൻ അവനെ കൊണ്ട് തന്നെ ഞാൻ താലി കെട്ടിക്കാം.